കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മൂക്കൊക്കെ ഒന്ന് പൊക്കി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മൂക്കിൻ്റെ അകത്ത് ഇരുവശത്ത് രണ്ട് തടിച്ച മുഴകൾ പോലെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് പല പേഷ്യൻസും ഡൗട്ടായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. എന്താണ് ഡോക്ടറെ, ഈ രണ്ട് സൈഡിൽ കാണുന്നത് ഗ്രോത്ത് ആണോ, ദശയാണോ, പോളിപ്പാണോ, ഇതിനെന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് ഇൻഫീരിയർ ടെർബിനേറ്റ്. എന്താണ് ഈ ഇൻഫീരിയർ ടെർബിനേറ്റ്സ്? ഇൻഫീരിയർ ടെർബിനേറ്റ്സ് നമ്മുടെ എല്ലാവരുടെയും മൂക്കിലും ഇരുവശത്ത് കാണുന്ന രണ്ട് അസ്ഥികളാണ്. അപ്പോൾ ഇത് മാംസം, നമ്മുടെ മൂക്കിൻ്റെ മാംസം കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു പിങ്കിഷ് കളറ് ഉണ്ടാവും. അപ്പം അലർജിയോ ജലദോഷമോ ഉള്ളവർക്ക് ചെറുതായിട്ടൊരു പേൽ അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിട്ടിരിക്കും. അപ്പോൾ ഇത് എല്ലാവരിലും ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഡൗട്ട് അടിക്കുക അല്ലെങ്കിൽ ദശയാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശ്വസിക്കുന്ന വായു ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ് ഈ രണ്ട് ഇൻഫീരിയർ ടെർബിനേറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് മൂക്കിന് ബെനിഫിറ്റ് തരുന്ന സംഭവമാണ്. അപ്പം പലപ്പോഴും പല ആൾക്കാർക്കും ഇൻഫീരിയർ ടെർബിനേറ്റ്സ് വലുതായിട്ട് ഈ മൂക്ക് സ്റ്റഫിനെസ് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ഇൻഫീരിയർ ടെർബിനേറ്റ്സ് വലുതാകുന്ന കണ്ടീഷൻസ് ആണ് ഇപ്പം ക്രോണിക് ആയിട്ട് അലർജി അല്ലെങ്കിൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ അഡനോയിഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ മൂക്കിൽ ദശയുള്ളവർക്കാണ് ഇത് വലുതായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പം സിംറ്റം ഉണ്ടെങ്കിൽ മാത്രം, അതായത് മൂക്കടപ്പ് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുകൾ തോന്നുവാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ENT അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ അലർജി ആണെന്ന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പം തന്നെ ഇത് കുറേയൊക്കെ ഇങ്ങനെ ചുരുങ്ങി ചെറുതായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മെഡിക്കൽ ഓപ്ഷൻസ്, അതായത് നമുക്ക് സിട്രസിൻ പോലത്തെ ഓറൽ ആൻറ്റിഹിസ്റ്റമിൻസ് കൊടുക്കാം. ഇപ്പം ഫാസ്റ്റായിട്ട് മൂക്കടപ്പ് മാറ്റാൻ വേണ്ടി, ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒട്രിവിൻ നേസൽ ഡ്രോപ്സ്, നേസൽ ഡീകൺജസ്റ്റൻസ് അങ്ങനത്തെ കൊടുക്കാം. പക്ഷെ അത് നമ്മൾ ഒരാഴ്ച കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ് നമ്മൾ കുറച്ച് ലോങ് ടേം ആയിട്ട് ഇത് ചുരുക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. നമ്മൾ 1-2 മാസം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടും പേഷ്യൻറ്റിന് മൂക്കടപ്പും സ്റ്റഫിനെസ്സിനും വലിയ റിലീഫ് തോന്നിയില്ലെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെർബിനോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറിയാണ് ഈ ഇൻഫീരിയർ ടെർബിനേറ്റ്സ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് പല ടെക്നിക്സ് അവൈലബിൾ ആണ്. ഒരു പെയിൻലെസ് സർജറിയാണ്. ലേസർ ട്രീറ്റ്മെൻറ്റും ഇപ്പം ലേസർ ട്രീറ്റ്മെൻറ്റ് വെച്ചും നമുക്കിപ്പം ഇത് ചുരുക്കാൻ പറ്റും. അപ്പം ഇതൊരു ഡേ കെയർ സർജറിയാണ്. ഒരു 15 to 30 മിനിറ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞ ഉടനെ പേഷ്യൻസിന് വീട്ടിൽ പോകാം. പിന്നെ റിക്കവറി ടൈം 1 വീക്കാണ്. ഒരാഴ്ചയിൽ പേഷ്യൻസ് ചെറുതായിട്ടൊരു നേസൽ സ്റ്റഫിനെസ്സും മൂക്കടപ്പും ഒരു മൂക്കിന് ഡ്രിപ്പിംഗ് ഒക്കെ വരാം. അതിനുള്ള മെഡിസിൻസ് നമ്മൾ സൈഡായിട്ട് കൊടുക്കാറുണ്ട്. 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യും. നേസൽ മൂക്കടപ്പ് സിംറ്റംസ് ഒക്കെ കുറയും. ഇപ്പം നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ടെർബിനോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം പേഷ്യൻസിന് വേറെ അസോസിയേറ്റഡ് ഇപ്പം ക്രോണിക് ആയിട്ട് സൈനസൈറ്റിസോ അല്ലെങ്കിൽ പാലത്തിന് വളവോ അല്ലെങ്കിൽ പോളിപ്പ് ഇഷ്യൂസോ അഡനോയിഡ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും അതും ടെർബിനോപ്ലാസ്റ്റിയുടെ കൂടെ തന്നെ കറക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ടെർബിനോപ്ലാസ്റ്റി ചെയ്തിട്ട് സൈനസൈറ്റിസിനും അലർജിക്കും ദശകളൊന്നും കറക്റ്റ് ചെയ്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സർജറി ഫുള്ളായിട്ട് സക്സസ് ആകത്തില്ല. അപ്പം നമ്മൾ ഈ മൂക്കിൻ്റെ ഇരു സൈഡിൽ കണ്ടുവരുന്ന ഇൻഫീരിയർ ടെർബിനേറ്റ്സ് നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് വല്ലാതെ തടിച്ച് വന്നിട്ട് മൂക്കടപ്പോ സ്റ്റഫിനെസ്, അതായത് പേഷ്യൻ്റ് സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ മാത്രം നമ്മൾ അടുത്തുള്ള ENTയെ സമീപിക്കുക. അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ മെഡിക്കലോ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുക. നന്ദി, നമസ്കാരം.